നമസ്തേ. മുരുക ഭഗവാന്റെ അനുഗ്രഹത്തിന് ചൊവ്വാഴ്ച വീടുകളിൽ ചെയ്യേണ്ട ലളിതമായ വഴിപാടാണിന്ന് പറയുന്നത്. ചൊവ്വാഴ്ച മുരുകന്റെയും ദേവിയുടെയും ദിനമായാണ് കണക്കാക്കപ്പെടുന്നത്. ശത്രുദോഷം, കുജദോഷം, അകാരണമായ ഭയങ്ങൾ എന്നിവ മാറാൻ ഈ ദിനം സവിശേഷമാണ്. ജീവിതത്തിൽ പലപ്പോഴും തടസ്സങ്ങളും ദുരിതങ്ങളും നമ്മെ വേട്ടയാടാറുണ്ട്. കടബാധ്യതകൾ, അതേപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങൾ, ജോലിയിലെ തടസ്സങ്ങൾ, മാനസികമായ വിഷമതകൾ എന്നിവയിൽ നിന്ന് മോചനം ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം തേടുന്നത് ഉത്തമമാണ്. ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർക്ക് വീട്ടിലെ പൂജാമുറിയിൽ തന്നെ ഈ വഴിപാട് ചെയ്യാവുന്നതാണ്. ഇതിന് പ്രധാനമായും 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒരു വെള്ളപ്പൂവ്, ഒരു നാരങ്ങ, നെയ്ദീപം. അതേപോലെ ചുവന്ന തിരിയിട്ട് നെയ്ദീപം കൊളുത്തിയാൽ കൂടുതൽ ഉത്തമമാകുന്നു. ശുദ്ധിയോടെ വീടിന്റെ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ മുരുകനെ ധ്യാനിച്ച് നെയ്ദീപം തെളിയിക്കുക. വെള്ളപ്പൂവും നാരങ്ങയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മുരുകന് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് നെയ്ദീപം. അതേപോലെ നാരങ്ങയും വെള്ളപ്പൂക്കളും സമർപ്പിക്കുന്നത് വഴി കുടുംബത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവുകയും തടസ്സങ്ങളെല്ലാം മാറി സന്തോഷം വന്നു ചേരുന്നതുമാണ്. നിങ്ങളുടെ മനസ്സിലെ സങ്കടങ്ങൾ എന്തു തന്നെയായാലും അത് ഭഗവാനോട് തുറന്നു പറയുക. വാക്കുകളില്ലാതെ തന്നെ തൻ്റെ ഭക്തന്റെ വേദന തിരിച്ചറിയുന്ന കാരുണ്യമൂർത്തിയാണ് മുരുക ഭഗവാൻ. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മുരുക ഭഗവാനെ ഭജിക്കുന്നത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ ശിവശക്തി ചൈതന്യത്തിൽ പിറന്ന് ചണ്ടാലകുലത്തിൽപ്പെട്ട കന്യകയുടെ മുലപ്പാൽ കുടിച്ചു വളർന്ന പാർവതീ പരമേശ്വരന്മാരുടെ പുത്രനായ ശ്രീ വിഷ്ണുമായയുടെ കഥകൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ 4 ഭാഗത്തോളം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ കഥ അറിയാത്തവരുണ്ടെങ്കിൽ അത് കേൾക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.